സഹോദരീ സഹോദരന്മാരെ, ഫിലിപ്പീൻസ് ഹൃദയഭൂമിയിൽ നിന്നുള്ള ഒരു കഥയിൽ നിന്ന് ആരംഭിക്കാം. ഒരു ചെറിയ പർവ്വത പ്രദേശത്ത് ഒരു അക്രമാസക്തമായ കൊടുങ്കാറ്റിനു ശേഷം 2 കൊച്ചുകുട്ടികൾ കാട്ടിൽ അലഞ്ഞുതിരിയുന്നതായി കണ്ടെത്തി. വീട് നശിപ്പിക്കപ്പെട്ടു. ദിവസങ്ങളോളം അവർ വിശന്നും ഭയന്നും ഒറ്റയ്ക്കുമായിരുന്നു. ഒടുവിൽ ഗ്രാമവാസികൾ അവരെ കണ്ടെത്തിയപ്പോൾ ആരും ചോദിച്ചില്ല, അവർ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നുള്ളവരാണോ, അല്ലെങ്കിൽ അവർ ഞങ്ങളുടെ വംശത്തിൽ പെട്ടവരാണോ. പകരം മുഴുവൻ സമൂഹവും അവരെ സ്വാഗതം ചെയ്തു. ഒരു കുടുംബം അവർക്ക് ഭക്ഷണം നൽകി, അരിയും ചൂടുള്ള സൂപ്പും. മറ്റൊരു കുടുംബം അവർക്ക് വസ്ത്രങ്ങൾ നൽകി. ഇനി ഒരിക്കലും ഒറ്റപ്പെടാതിരിക്കാൻ മൂപ്പന്മാർ ഗ്രാമത്തിന്റെ മധ്യഭാഗത്ത് ഒരു ചെറിയ ബഹായ് കുബോ നിർമ്മിച്ചു. ആ കുട്ടികൾ ഫിലിപ്പിനോകൾ അനക് എൻജി ബയാൻ എന്ന് വിളിക്കുന്നവരായി മുഴുവൻ സമൂഹത്തിന്റെയും കുട്ടികളായി. ബയാനിഹാൻ എന്നതിന്റെ ആത്മാവ് അതാണ്. ഒരാൾ നഷ്ടപ്പെട്ടാലോ ദുർബലനാകുമ്പോഴോ അവർ സഹായം അർഹിക്കുന്നുണ്ടോ എന്ന് നാം അളക്കുന്നില്ല, ഞങ്ങൾ അവരെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ സുവിശേഷം മനസ്സിലാക്കാൻ ഈ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു ബേതെസ്താ കുളത്തിലേക്ക് വരുന്നു. കുളത്തിന് ചുറ്റും അന്ധരും മുടന്തരും തളർവാദരോഗികളും ഉൾപ്പെടെ നിരവധി രോഗികൾ കിടന്നിരുന്നു. 38 വർഷമായി രോഗബാധിതനായ ഒരു മനുഷ്യനും അവരിൽ ഉണ്ടായിരുന്നു. സങ്കൽപ്പിക്കുക, 38 വർഷത്തെ കാത്തിരിപ്പ്, പ്രതീക്ഷ, നിരാശ. അവൻ അവിടെ കിടക്കുന്നത് യേശു കണ്ടപ്പോൾ, അവൻ വളരെക്കാലമായി ആ അവസ്ഥയിലാണെന്ന് അറിഞ്ഞപ്പോൾ, അവൻ ഒരു അത്ഭുതകരമായ ചോദ്യം ചോദിച്ചു: നിനക്ക് സുഖം പ്രാപിക്കണോ? ആദ്യം ചോദ്യം വിചിത്രമായി തോന്നുന്നു. തീർച്ചയായും അവൻ സുഖം പ്രാപിക്കാൻ ആഗ്രഹിച്ചു. പക്ഷേ ആ മനുഷ്യന്റെ മറുപടി ശ്രദ്ധാപൂർവം ശ്രദ്ധിക്കുക. അവൻ പറഞ്ഞു, യജമാനനെ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലേക്ക് ഇറക്കാൻ എനിക്ക് ആരുമില്ല. ഞാൻ പോകുമ്പോൾ മറ്റൊരാൾ എനിക്ക് മുമ്പ് അവിടെ എത്തും. 38 വർഷമായി അവൻ രോഗത്താൽ മാത്രമല്ല, നിസ്സഹായതയുടെ മാനസികാവസ്ഥയിലും കുടുങ്ങിക്കിടക്കുകയായിരുന്നു. അവന്റെ ശ്രദ്ധ തനിക്കില്ലാത്തതിലായിരുന്നു. തന്നെ സഹായിക്കാൻ ആരുമില്ല, അവസരമില്ല. എന്നിട്ടും യേശു ശക്തിയുടെ ഒരു വാക്ക് പറയുന്നു: എഴുന്നേൽക്കൂ, നിന്റെ കിടക്ക എടുത്തു നടക്കൂ. ഉടനെ ആ മനുഷ്യൻ സുഖം പ്രാപിച്ചു. ചിലപ്പോൾ നമ്മുടെ മനുഷ്യ ദാനധർമ്മം വളരെ കർക്കശമായി മാറിയേക്കാം. ഒരു ലളിതമായ ഉദാഹരണം ഞാൻ പങ്കുവയ്ക്കട്ടെ. ഒരു ഗർഭിണിയായ സ്ത്രീക്ക് മാർക്കറ്റിൽ എത്താൻ എല്ലാ ദിവസവും വളരെ ദൂരം നടക്കേണ്ടി വന്നു. അവളുടെ കാലുകൾ വീർത്തിരുന്നു, അവൾ ക്ഷീണിതയായിരുന്നു. ഒരു ദിവസം അയൽപ്പക്കത്തുള്ള ഒരാൾ അവൾ ബുദ്ധിമുട്ടുന്നത് കണ്ടു. അയാൾ തന്റെ കാർ നിർത്തി അവളെ കൊണ്ടുപോകാൻ ദയാപൂർവം വാഗ്ദാനം ചെയ്തു. അവൾക്ക് വിശ്രമിക്കാനും സുരക്ഷിതമായി ലക്ഷ്യസ്ഥാനത്ത് എത്താനും വേണ്ടി അയാൾ അവളെ വഴിയുടെ ഒരു ഭാഗം ഓടിച്ചു. സമീപത്ത് ഒരു ചാരിറ്റി സംഘം സഹായം വിതരണം ചെയ്തു. അവർക്ക് കർശനമായ നിയമങ്ങളുണ്ടായിരുന്നു. അവർ വികലാംഗരെയോ പ്രായമായവരെയോ മാത്രമേ സഹായിച്ചുള്ളൂ. സാഹചര്യം കണ്ടപ്പോൾ അവർ പറഞ്ഞു, അവൾ വികലാംഗയല്ല, അവൾക്ക് ഇപ്പോഴും നടക്കാൻ കഴിയും. ഇത് ഞങ്ങളുടെ പ്രോഗ്രാമിൽ പെടുന്നില്ല. അവർ അവരുടെ നിയമങ്ങൾ പാലിച്ചു, പക്ഷേ ആഴമേറിയ ആവശ്യം അവർ മറന്നു. യേശു നേരെ മറിച്ചാണ് ചെയ്യുന്നത്. അവൻ ആദ്യം വിഭാഗങ്ങളെയോ ചട്ടങ്ങളെയോ നോക്കുന്നില്ല, അവൻ വ്യക്തിയെയും ഹൃദയത്തെയും കാണുന്നു. എന്റെ സഹോദരീ സഹോദരന്മാരെ, ബെഥെസ്ഡയിലെ പുരുഷൻ വെറും ഭൂതകാലത്തിൽ നിന്നുള്ള ഒരാളല്ല. ചിലപ്പോൾ നമ്മൾ ആ മനുഷ്യനാണ്. നമ്മൾ ശാരീരികമായി തളർന്നുപോയേക്കില്ല, പക്ഷേ നമ്മുടെ ഹൃദയങ്ങളും മനസ്സുകളും കുടുങ്ങിപ്പോയേക്കാം. ഒന്നും മാറില്ല എന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ കാര്യങ്ങൾ എപ്പോഴും ഇങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് വളരെ വൈകിപ്പോയി. എന്നാൽ ഇന്ന് യേശു നമ്മിൽ ഓരോരുത്തരോടും ഒരേ ചോദ്യം ചോദിക്കുന്നു: നിങ്ങൾക്ക് സുഖമായിരിക്കാൻ ആഗ്രഹമുണ്ടോ? രോഗശാന്തിയും വിശുദ്ധിയും എല്ലാവർക്കും വേണ്ടിയുള്ളതാണെന്ന് സഭ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. എല്ലാ വിശ്വാസികളും ക്രിസ്തീയ ജീവിതത്തിന്റെ പൂർണ്ണതയിലേക്കും ദാനധർമ്മത്തിന്റെ പൂർണ്ണതയിലേക്കും വിളിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് 2-ാം വത്തിക്കാൻ കൗൺസിൽ ലുമെൻ ജെൻഡിയത്തിൽ പഠിപ്പിക്കുന്നു. വിശുദ്ധി പുരോഹിതന്മാർക്കും മതവിശ്വാസികൾക്കും മഹാനായ വിശുദ്ധന്മാർക്കും മാത്രമല്ല, അത് സ്നാനമേറ്റ ഓരോ വ്യക്തിയുടെയും വിളിയാണ്. ക്രിസ്തുവിന്റെ ക്ഷണത്തിന് നമ്മൾ അതെ എന്ന് പറയുമ്പോഴാണ് അത് ആരംഭിക്കുന്നത്. ഇന്ന് യേശു നമ്മുടെ മുന്നിൽ നിൽക്കുകയും എല്ലാ ഹൃദയങ്ങളോടും ഈ ചോദ്യം ചോദിക്കുകയും ചെയ്യുന്നു. വർഷങ്ങളായി നീരസം കൊണ്ടുനടന്ന വ്യക്തിയോട് അവൻ അത് ചോദിക്കുന്നു. ബന്ധങ്ങൾ തണുത്തുപോയ കുടുംബങ്ങളോട് അവൻ അത് ചോദിക്കുന്നു. ഭാവിയെക്കുറിച്ചുള്ള ഭയത്താൽ തളർന്നുപോയ യുവാക്കളോട് അവൻ അത് ചോദിക്കുന്നു. നിങ്ങൾക്ക് സുഖമായിരിക്കാൻ ആഗ്രഹമുണ്ടോ? നമ്മുടെ ഉത്തരം അതെ എന്നാണെങ്കിൽ, യേശു ബേഥെസ്ദായിലെ മനുഷ്യനോട് പറഞ്ഞതുപോലെ നമ്മോടും പറയുന്നു: എഴുന്നേൽക്കൂ, നിന്റെ കിടക്ക എടുത്തു നടക്കൂ. പക്ഷാഘാതം മാറ്റുക. ദൈവത്തിന് നമ്മൾ സങ്കൽപ്പിക്കുന്നതിലും കൂടുതൽ ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിക്കുക. നമ്മൾ വീണ്ടും നടക്കാൻ തുടങ്ങിയാൽ മറ്റുള്ളവരെയും നടക്കാൻ സഹായിക്കാം, ബയാനിഹാന്റെ ആത്മാവിലും ക്രിസ്തുവിന്റെ കാരുണ്യത്തിലും. നമുക്ക് പ്രാർത്ഥിക്കാം.
കർത്താവായ യേശുവേ, കുളക്കരയിലെ മനുഷ്യനെപ്പോലെ ഞങ്ങൾ വളരെ കാലം കാത്തിരുന്നു. ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ ചോദ്യത്തിന് വിശ്വാസത്തോടെ ഉത്തരം നൽകുന്നു. അതെ കർത്താവേ, ഞങ്ങൾ സുഖമായിരിക്കാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ തളർന്നുപോയവയെ സുഖപ്പെടുത്തണമേ. സ്നേഹത്തിന്മേൽ ഞങ്ങൾ സ്ഥാപിക്കുന്ന പരിധികൾ ലംഘിക്കുക. നഷ്ടപ്പെട്ടവരെ സ്വാഗതം ചെയ്യുക, ക്ഷീണിതരെ ഉയർത്തുക, എല്ലാവരെയും നിങ്ങളുടെ കണ്ണുകളാൽ കാണുക എന്നിങ്ങനെ നിങ്ങളുടെ കാരുണ്യത്തിന്റെ ഉപകരണങ്ങളാക്കാൻ ഞങ്ങളെ സഹായിക്കുക. പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ വിശുദ്ധിയുടെ പാതയിൽ എഴുന്നേൽക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. Thank you for watching.